നമസ്കാരം. നമസ്കാരം. നമ്മൾ 2 ഘട്ടങ്ങളിലായി പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലെ CPM സർവേ റിപ്പോർട്ട്, അതായത് അവരുടെ രഹസ്യ റിപ്പോർട്ട് ആണ് നമ്മൾ പുറത്തുവിട്ടത്. അതേപോലെ തന്നെയാണ് നമ്മളെ VD സതീശൻ പറഞ്ഞത് 100+ സീറ്റ് കിട്ടുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് VD സതീശൻ ആശ്രയിച്ചിരിക്കുന്നത് CPM രഹസ്യ റിപ്പോർട്ടിനായിരിക്കും. അദ്ദേഹത്തിന് CPMനുള്ളിൽ കൃത്യമായി എല്ലാ വിവരങ്ങളും കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇവിടെയുള്ള സർവേകളൊക്കെ കള്ളമാണ്, ഈ പറയുന്നതാണ് ശരി. ആ പറയുന്നത് ശരി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? CPM നടത്തിയ പല ഘട്ടങ്ങളിൽ നടത്തിയ സർവേ അതാ സമയത്ത് VD സതീശന് കിട്ടുന്നു എന്ന് വേണം നമുക്ക് അനുമാനം. എനിക്ക് കിട്ടിയത് തന്നെ വളരെ രഹസ്യമായി അവിടെയുള്ള CPMലെ പ്രമുഖരായ ഒരാളാണ് എനിക്ക് ചോർത്തി തരുന്നത്. അങ്ങനെ ചോർത്തി തന്ന വിവരങ്ങളാണ് ഞാൻ പുറത്തു വിട്ടിട്ടുള്ളത്. ഇപ്പം ഏറ്റവും പുതിയൊരു സംഭവം, നമ്മൾ ഇത് പറയുന്നതിൻ്റെ ഇടയിലാണ് മാത്യു കൊടനാടൻ്റെ ജലബോംബ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 150 മണ്ഡലങ്ങളും പ്രളയത്തിൽ കൊണ്ടുപോകും തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി പറയാനുള്ളത് പത്തനംതിട്ട കഴിഞ്ഞിട്ട് ഇനി 3 ജില്ലകളുടെ വിവരങ്ങളോടെയാണ് പറയാനുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊല്ലം, ഒന്ന് ആലപ്പുഴ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. തിരുവനന്തപുരത്ത് ആകെ 14 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഏറ്റവും അധികം ശക്തമായ മത്സരം നടക്കുന്ന നമ്മളെ വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങൾ. മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വട്ടിയൂർക്കാവ് മുരളീധരൻ ജയിക്കുമെന്നാണ്, അവിടെ പ്രശാന്ത് മേയർ തോൽക്കുമെന്നാണ്, ശ്രീലേഖ IPS തോൽക്കുമെന്നാണ് CPM സർവേ റിപ്പോർട്ട് പറയുന്നത്. അവിടെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ പ്രശാന്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനൊരു നാണക്കേടാണ്. ഇദ്ദേഹം വ്യക്തിപരമായ കഴിവുകൊണ്ടാണ് ജയിക്കുന്നതെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. പ്രശാന്തിൻ്റെ വ്യക്തിപരമായ കഴിവുകൊണ്ടാണ്, പിണറായി വിജയൻ്റെ കെയർ ഓഫിലാണ് ജയിക്കുകയില്ലായിരുന്നെന്നും പറയുന്നു. അപ്പം അതിൻ്റെ ഒരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ മുരളീധരൻ വളരെ മുന്നിലാണ്. എല്ലാ മേഖലകളെയും മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മൾ വർക്കല രാധാകൃഷ്ണനെ കൊന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താവട്ടെ, അയാൾ നടന്നു പോകുമ്പം പിണറായി വക ഒരു കൊലപാതകം നടന്നതെന്നൊക്കെയാണ് കേട്ടത്. എന്താവട്ടെ, ഇപ്പം വർക്കലയിൽ ജോയ് ആണ് CPM സ്ഥാനാർത്ഥി. അവിടെ BJP ശക്തമാണ്. അവിടെ വർക്കല കഹാർ വന്നോട് കൂടിയിട്ടാണ് ഒരു ഏകീകരണം അവിടെ നടക്കുകയും അവിടെ കോൺഗ്രസ് വിജയിക്കുന്നു, UDF വിജയിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടുകൂടി അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ്, എന്തൊക്കെ പറഞ്ഞാലും വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ വർക്കല കഹാർ അവിടെ വിജയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി സർവേ റിപ്പോർട്ട് എന്നുള്ളത്. അതേപോലെ ആറ്റിങ്ങൽ LDF ആണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത്, അംബിക. പിന്നെ ചിറയിൻകീഴിൽ ഈക്വൽ ഫൈറ്റാണ്, നമ്മുടെ രമ്യ ഹരിദാസ് വന്നതോട് കൂടിയിട്ട് ടൈറ്റ് ഫൈറ്റാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അവിടെ മനോജ് ഇടമനയാണ് മത്സരിക്കുന്നത്, CPIയുടെ സ്ഥാനാർത്ഥി. അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു. നെടുമങ്ങാട് LDF ആണ്, അവിടെ മന്ത്രി ആണ് അവിടെ മത്സരിക്കുന്നത്, CR അനിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൂടാതെ വാമനപുരത്ത് UDF അട്ടിമറി വിജയം നേടും. DK മുരളി എന്തുകൊണ്ടാണ് തോൽക്കുന്നതെന്ന് CPM സർവേയിൽ വന്ന എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ UDFൻ്റെ സുധീർ ഷാ പാലോടാണ് മത്സരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നമുണ്ട് അവിടെ. എന്താണ് അവിടെ തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ DMK മുന്നണിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊരു നാടാർ കാൻഡിഡേറ്റ് അതിപ്പം വന്നതാണ്, അതിനുശേഷം സ്ഥാനാർത്ഥിയെ വന്നതാണ്. അതിനുശേഷം അതൊരു വലിയ എഫക്റ്റ്. അപ്പൊ അതും കൂടെ അങ്ങോട്ട് വരാൻ പോവാണ്. ആ എഫക്റ്റൂടെ വാമനപുരത്ത് അതും കൂടെ വരികയാണ്. അതർവൈസ് അല്ലെങ്കിൽ വാമനപുരത്ത് അടുത്ത വർഷം ജയിക്കേണ്ട സീറ്റ്. പിന്നെ കഴക്കൂട്ടത്ത് എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് തീരെ മനസ്സുകൊണ്ട് ജയിക്കുന്നില്ല. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുന്നതാണ് പറയുന്നത്. CPM സർവേയിലാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ ഈ നാടാറിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ലേ? എവിടെ കഴക്കൂട്ടത്തും ഉണ്ടാവില്ലേ? ഈ CPM BJP ഡീലിൽ മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗുഡ് ബുക്കിലുള്ള ആളല്ല. അപ്പോൾ ആ ഡീൽ അവിടെ നടക്കുന്നത് മുരളീധരനെതിരായിട്ടാണ് നടക്കുന്നതെങ്കിൽ കടകംപള്ളിക്ക് അനുകൂലമായാലും അതായിരിക്കാം, എന്താ അറിയില്ല. കടകംപള്ളി ജയിക്കുന്ന CPM സർവേയാണ്. CPMന് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇത്രയും വൃത്തികെട്ടനെ ജനങ്ങൾ ജയിപ്പിക്കുന്നു പറയണമെങ്കിൽ കുറച്ചൊരു ഉളുപ്പൊക്കെ വേണം. പക്ഷേ CPM സർവേയിലടക്കം അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മാത്രം ആശ്രയിക്കുന്നതാണ്. നമ്മളല്ലാതെ കഴക്കൂട്ടത്തിൽ ഇയാൾ ജയിക്കുക, ശരത്ചന്ദ്ര പ്രസാദ് അവിടെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം മുരളീധരനും പോക്കാണ്, ഈ പറയുന്ന കടകംപള്ളിയും പോക്കാണ്. കാരണം പിണറായി വിജയനെ കച്ചവടം നടത്തുന്ന ആളാണ് മുരളീധരൻ എന്ന് പറയുന്ന സംഭവം എനിക്ക് നേരിട്ടറിയാം. പിന്നെ അടുത്തത് വട്ടിയൂർക്കാവിൽ പറഞ്ഞല്ലോ മുരളീധരൻ ജയിക്കുന്നുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് CP ജോൺ ജയിക്കുമെന്നാണ് CPM സർവേയിലുള്ളത്. ഏറ്റവും വലിയ എതിരാളിയാണ് അവർക്ക്.
അല്ല CPM ജയിക്കുക എന്നുള്ള കേരളത്തിൻ്റെ കൂടെ ആവശ്യം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നേമത്ത് BJP ജയിക്കുന്നു എന്നുള്ളതാണ് CPM സർവേ. CPM സർവേ എന്നാൽ വോട്ട് അവിടെ മറച്ചു കൊടുക്കുന്നു, ശിവൻകുട്ടീനെ പിണറായി തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കടകംപള്ളിയെ പാട് ജയിപ്പിക്കുന്നു. അതെ, തിരിച്ച് കടകംപള്ളിനെ പുറത്ത് വിജയിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇതുണ്ട്, കറക്റ്റാണ്. CPM സർവേയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായി വോട്ട് മറച്ചില്ലാന്ന് പറയും. അരുവിക്കര കാരണമെങ്കിൽ അവിടെ വേറെ കാര്യമുണ്ട്, ഈ ശിവൻകുട്ടിയെ പലപ്പോഴും പിണറായിനും കൂടി കടന്ന് മോളിൽ കയറാറുണ്ട്, അതിനൊരു പണിയും കൂടി കൊടുത്തായിരിക്കും. അരുവിക്കര അത്ഭുതമാണ് കാണുന്നത്. അരുവിക്കര UDF ആണ് ശിവകുമാർ ജയിക്കുന്നത്, ശിവകുമാറാണ് ജയിക്കുമെന്ന് പറയുന്നത്. അത് ശിവകുമാറിന് വലിയ അഭിപ്രായം പലർക്കും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അവിടെ സ്റ്റീഫൻ ആണ് CPMൻ്റെ സ്ഥാനാർത്ഥി. എന്തായാലും അരുവിക്കരയെ ശിവകുമാർ ജയിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല, പക്ഷേ CPM സർവേയിലുള്ള കാര്യമാണ്. പാറശാല LDF വിജയിക്കും, ഹരീന്ദ്രൻ ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പ്രകാരം. അവിടെ അട്ടിമറികൾ നടക്കാം, അങ്ങനെ പോപ്പുലർ, വളരെ പോപ്പുലർ CK ഹരീന്ദ്രൻ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇതുണ്ടല്ലോ തമിഴ്നാട്ടിലെ ഈ പ്രശ്നം, കന്യാകുമാരിയിലെ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ ഇങ്ങോട്ട് നാഗർകോവിലെ ആ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാടാർ സമുദായത്തിൽ പെടുത്തിയത് കൊണ്ട് അതിൻ്റെ എഫക്റ്റ് വരാവുന്ന സ്ഥലമാണ് പാറശാല. അവിടെ നാടാർ എഫക്റ്റ് എന്ന് പറയുന്നത്, അവിടെ തിരുവനന്തപുരത്ത് നീലനും മറ്റേ ചാൾസിനും ശേഷം ഒരു നാടാർ നേതാവില്ല. നാടാർമാർ ഒത്തിരി ഉണ്ട്, നാടാർ നേതാവില്ല, ശക്തനൊന്നും അത്ര ആയിട്ടില്ല. അപ്പോൾ ആ സ്ഥാനത്തേക്ക് നാടാർമാർക്ക് ശക്തൻ നാടാർ അതുകൊണ്ടാണ് പറയാൻ പറ്റുക. കട്ടാക്കട LDF വിജയിക്കുമെന്നാണ് പറയുന്നത്. അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ഉണ്ട്, മറ്റേ MR ബിജു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആള്, IB സതീഷ് ജയിക്കും. അതെല്ലാം പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം ജയിക്കുന്നവരാണ്. പിന്നെ അടുത്തത് കോവളത്ത് UDF വിജയിക്കുന്നതാണ്, വിൻസെന്റ് വിജയിക്കുന്നതാണ്. അവിടെ ആയിരിക്കും നാടാർ വോട്ടിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിച്ചാണ്. നാടാർ വോട്ടിന്റെ ഒരു എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നെയ്യാറ്റിൻകര ശക്തൻ നാടാരാണ് പറയുന്നത്, ജയിക്കും. UDF സ്ഥാനാർത്ഥി ശക്തൻ നാടാരാണ് ജയിക്കുന്നത്. അപ്പം 7 സീറ്റ് UDFന്, 1 സീറ്റ് ഈക്വൽ ഫൈറ്റ്, 1 സീറ്റ് ഇവിടെ ചിറയൻകീഴിൽ, 1 സീറ്റ് BJPക്ക്, 5 സീറ്റ് LDFന് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ കണക്കെങ്കിൽ. നമ്മൾ കൊല്ലത്തേക്ക് കടക്കാം. കൊല്ലത്ത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും പ്രധാനം കൊല്ലം തന്നെ. കൊല്ലം ബിന്ദു കൃഷ്ണ അവിടെ വിജയിക്കും എന്നുള്ളതാണ്. ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട ആവശ്യമില്ല. ചടയമംഗലം അതേസമയത്ത് UDF വിജയിക്കും എന്ന് പറയുന്നത്. അവിടെ ജിഞ്ചു റാണിക്ക് ഒരു വിലയും നിലയില്ല, CPIക്കാരടക്കം വില വെക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള MM നസീറാണ് അവിടെ മത്സരിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. അവിടെ പുനലൂർ അതേസമയത്ത് LDF വിജയിക്കുന്നു, അവിടെ മുസ്ലിം ലീഗിൻ്റെ കാര്യം തോൽക്കുമെന്നാണ് പറയുന്നത്. കുണ്ടറ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വിഷ്ണുനാഥ് ജയിക്കുന്നു, CPM എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കൊല്ലം UDF വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എരവിപുരം LDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാത്തന്നൂർ LDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ കരുനാഗപ്പള്ളി പറയേണ്ട ആവശ്യമില്ല, മഹേഷ് അവിടെ വിജയിക്കുന്നത് CPM പറയുന്നു. ചവറ UDF വിജയിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ വേറെ പറയുന്നത് ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ് RSP മേഖലയിൽ നിന്ന് കിട്ടുന്നത്. കുന്നത്തൂർ ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ് പറയുന്നത്. കൊട്ടാരക്കര നമ്മുടെ ബാലഗോപാലിന് എണ്ണ തേപ്പിച്ച് കടത്തും പിണറായി എന്നുള്ളതാണ്. ആയിഷ പറ്റിയെ അവിടുത്തെ CPMകാർ വിജയിപ്പിക്കും എന്നുള്ളതാണ് CPM സർവേയിലുള്ളത്. പത്തനാപുരത്ത് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്നു എന്നുള്ളതാണ്. സരിതയ്ക്ക് ആഹ്ലാദിക്കാൻ ഒരു വകയില്ല. സരിതയുടെ കുട്ടിയുടെ പിതാവ് ആണ് തോൽക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ നമ്മൾ ഇതിൽ അപ്പം ടോട്ടലിൽ എത്ര സീറ്റ് LDFന് കിട്ടുന്നുണ്ട് അറിയാമോ? ഇതിൽ 7 സീറ്റ് UDF, 3 സീറ്റ് LDF, 1 സീറ്റ് ടൈറ്റ് ഫൈറ്റ്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 11 സീറ്റ്. ഇനി നമ്മൾ ആലപ്പുഴയ്ക്കാണ് കിടക്കുന്നത്. ആലപ്പുഴ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം മഹാപ്രളയത്തിൻ്റെ കഥകൾ കൂടി വന്നപ്പോൾ ഏറ്റവും ബാധിച്ച ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അവിടെയാണ് ഇപ്പോൾ ഈ കരിമണൽ പ്രശ്നവുമായിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നത്, 300 കോടിയുടെ അഴിമതി പ്രശ്നം വന്നിരിക്കുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത് അവിടെ UDF വിജയിക്കുന്നതാണ് സർവേയിലുള്ളത്. ചേർത്തല LDF വിജയിക്കുന്നതാണ്. പക്ഷേ ഒരു മരണം അവിടെ നടന്നിട്ടുണ്ട്. പ്ലസ് ഈ പറയുന്ന പ്രളയത്തിൻ്റെ കഥയും കൂടി വരുമ്പോൾ ചേർത്തല മറയാൻ സാധ്യതയുണ്ട്. പക്ഷേ CPM സർവേ പ്രകാരം അവിടെ LDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ അമ്പലപ്പുഴ നമ്മുടെ സുധാകരൻ സലാമിനെ മലർത്തിയടിക്കുവാൻ ഭൂരിപക്ഷത്തിന് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. UDF വിജയിക്കുന്നതാണ്.
കുട്ടനാട് ടൈറ്റ് ഫൈറ്റ് ആയിട്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. തന്നെയാണ്. ഹരിപ്പാട് പറയേണ്ട ആവശ്യമില്ല, ടൈറ്റ് ഫൈറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. BJP BJP സ്ഥാനാർത്ഥി വാചസ്പതി വലിയ കളി കളിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി വന്നിട്ട് അയാളെ പേര് പോലും പറഞ്ഞില്ല. എവിടെ വെച്ചിട്ട്? തിരുവല്ലയിൽ വെച്ചിട്ട് ആപ്പാട് പേര് പറഞ്ഞ തിരുവല്ലയിലെ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമാണ്. പിന്നെ കായംകുളം അവിടെ നമ്മളെ ഒരു സഹതാപ തരംഗ് ലിജു വിജയിക്കുന്നു ജയിക്കേണ്ട ആളാണ്. സഹതാപ തരം കൂടി ഉണ്ട്. അയാളെ കരച്ചിൽ മനസ്സും തുറന്ന ഒരു കരച്ചിലായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ അരൂര് UDF എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഞാൻ മനസ്സിലാക്കിയ ഡൽഹിമയ്ക്ക് കുറച്ചൊരു മുൻതൂക്കം ഉണ്ടെന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ പാലത്തിന്റെ പണിയിൽ ഭയങ്കര അഴിമതി നടന്നതിന്റെ അത് ഭയങ്കരമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. ഷാനിമോൾ ഉസ്മാൻ ഭാഗ്യമുള്ള ആളെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ വിജയിക്കും തോന്നുന്നു. അങ്ങനെ ടോട്ടൽ ഇവിടെ വിജയിക്കുന്നത് 6 സീറ്റിൽ UDF, 1 സീറ്റിൽ ടൈറ്റ് ഫൈറ്റ്, 2 സീറ്റിൽ LDF എന്നുള്ളതാണ്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 7, 14, 20 സീറ്റ് ടോട്ടൽ ഈ 3 ജില്ലയും കൂടി കിട്ടുമ്പോൾ 82, 20, 102 സീറ്റോട് കൂടിയിട്ട് UDF അധികാരത്തിൽ വരുന്നു. ഇന്ന് CPM സർവേയാണ്. ആധികാരികമായി പറയുന്ന CPM സർവേ പ്രകാരം 102 സീറ്റോട് കൂടി അധികാരത്തിൽ വരുന്നു. അത് VD സതീശൻ പറഞ്ഞത് 100%. ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചോട്ടെ. ഈ CPM-ന്റെ സർവേ എടുക്കുന്നത് മിനിമം ഒരു 7 ദിവസമെങ്കിലും മുമ്പാണ്. അതിനുശേഷം ഉണ്ടായ എല്ലാ സംഭവവികാസങ്ങളും ഇപ്പോൾ അവസാനം കുഴൽനാടൻ പൊട്ടിച്ച ബോംബ് വരെ ഈ സർവേ ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പാണ്. ഇനിയൊരു സർവേ നടത്തി കഴിഞ്ഞാൽ ഈ 7 സംഭവത്തിന്റെ എഫക്റ്റ് എനിക്ക് തോന്നുന്നു 140 സീറ്റിലും തോറ്റാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്രയും വലിയ ബോംബാണ്. അത്ര 483 പേരെ കൊല ചെയ്തതിന് തുല്യമാണ്. പിണറായി വിജയൻ സംഘടനയില്ല, സുധാകരൻ മാത്രം തോറ്റാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ലാതെ 483 പേരെ കൊല ചെയ്ത വലിയ യുദ്ധ കുറ്റവാളികളെ പോലെ പിണറായിനെയും MM മണിനെയും പിന്നെ മാത്യു ടി തോമസിനെയും വിചാരണ ചെയ്യേണ്ടതായ ഒന്നാം ശശി ആരാണ്? കൃഷ്ണൻകുട്ടിയാണ്. ഹിറ്റ്ലർ ചെയ്തിരുന്ന ഗ്യാസ് ചേമ്പർ തുറന്നുവിടുക, ഇയാളുടെ മറ്റേ തുറന്നുവിടായിരുന്നു. യെസ്, ഗ്യാസ് ചേമ്പറിന് പകരം ഇദ്ദേഹം തുറന്നു വിട്ടത് പ്രളയമാണ്, ഡാമിലെ വെള്ളമാണ് തുറന്നു വിട്ടത്. ഇത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷം 102 VD സതീശന് എന്തോ ദിവ്യ ഇതുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. കാരണം 140 സീറ്റും അടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അല്ലെ, സതീശൻ 110 സീറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 110 സീറ്റാണ് സതീശന് കിട്ടുന്നെങ്കിൽ സതീശനോട് 110 കൂടുതൽ കിട്ടിയാൽ സതീശനോട് പറഞ്ഞു, സതീശൻ പറഞ്ഞു 110 കിട്ടി, അത് കൂടുതൽ കിട്ടി, അതുകൊണ്ട് സതീശൻ വനവാസത്തിന് പോകണമെന്ന് പറയും. അങ്ങനെ നോക്കിയിരിക്കുന്നു. എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞത് കൃത്യമായി വന്നിരിക്കുന്നു. സർവേ റിപ്പോർട്ട്, CPM സർവേ റിപ്പോർട്ട് പ്രകാരം 100% UDF അധികാരത്തിൽ വരുന്നതല്ല. 100-ൽ പരം സീറ്റുകൾ ഇപ്പോൾ തന്നെ ഒരു 7 ദിവസം മുമ്പുള്ള സർവേ പ്രകാരമുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം പ്രളയം, വൈക്കത്തെ കർഷകരുടെ മരണം, പിന്നെ തൃക്കരിപ്പൂര് നമ്മുടെ സന്ദീപ് വാര്യർക്കുണ്ടായുള്ള പ്രശ്നം, അതെല്ലാം സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ പിണറായി അടക്കം തോറ്റുപോകാം എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.